നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ ഗംഗേ. അച്ഛാ, ഞാനാ മാളു. ആ മാളു, എന്താ എന്താ മോളെ, എന്താ പറ്റിയേ? എന്തിനാ മോള് കരയുന്നേ? അച്ഛൻ വേഗം തിരിച്ചു വാ അച്ഛാ. ഇവിടെ എല്ലാരും കൂടി ഗംഗയെ ഉപദ്രവിക്കാ. മോൾ എന്താ ഈ പറയുന്നേ? ഗംഗയെ ആരാ അവിടെ ഉപദ്രവിക്കാൻ? മോള് എന്നെ പറ്റിക്കാൻ പറയാണോ? അല്ല അച്ഛാ, അച്ഛൻ വേഗം ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ഇപ്പൊ ഗംഗയെ എല്ലാരും കൂടി കൊല്ലും. ഇവിടെ തീയൊക്കെ കത്തിച്ച് ഗംഗയെ വടികൊണ്ടടിച്ച് കൊല്ലും അച്ഛാ. അച്ഛൻ വേഗം വന്ന് ഗംഗയെ രക്ഷിക്ക്. മോള് കരയാതെ, അച്ഛൻ ഇപ്പൊ തന്നെ വരാം. വേഗം വാ അച്ഛാ, എന്നാ മുറിയിൽ പൂട്ടിയിട്ടിരിക്കയാ. ഗംഗയെ തല്ലരുതെന്ന് പറഞ്ഞതിന് എന്നെ മുറി പൂട്ടിയിട്ടിരിക്കുവാ. ഒന്ന് വേഗം വാ അച്ഛാ. മോള് പേടിക്കണ്ട, മോള് ഫോൺ വെച്ചോ, അച്ഛൻ ഇപ്പൊ എത്താം. മോള് കരയണ്ട കേട്ടോ. ശരി അച്ഛാ, പെട്ടെന്ന് വരണേ. ആ ശരി. അലക്സേ, വണ്ടി തിരിച്ച് വീട്ടിലേക്ക് വിട്. ശരി സാർ. നീ എന്താ മഹി തിരിച്ചു വന്നത്? എന്താ ഇവിടെ നടക്കുന്നത്? അതൊന്നുമില്ല, അതൊരു പൂജയാ. നീ തിരിച്ചു വന്നെന്താന്ന് പറ. എന്താ ഇവിടെ നടക്കുന്നതെന്ന് എനിക്കറിയണം. അമ്മ മാറിയെന്നേ. മോനെ, അതൊന്നുമില്ല. ഗംഗയുടെ വിവാഹം തടസ്സമൊന്നും കൂടാതെ നടക്കാനുള്ള പൂജയാ. വിവാഹത്തിന് വേണ്ടിയുള്ള പൂജയ്ക്ക് ഗംഗ എന്തിനായിട്ട് തല്ലുന്നത്? അത് പൂജ നടക്കുന്ന സമയത്ത് ഗംഗ വയലന്റ് ആയി. അവൾക്ക് എന്തോ വലിയ ബാധ കൂടിയതുപോലെ. അത് കളയാനായിട്ടാ. അത് കളയാനായിട്ട് ഇറങ്ങിപ്പോടി. ഇവിടെ ഒരു പൂജയും വേണ്ട. ഇനി ഇവള് രക്ഷപ്പെട്ടാൽ കൂടുതൽ ശക്തി ആർജിക്കും. പിന്നെ ബന്ധിക്കാൻ എനിക്ക് സാധിക്കില്ല. എന്തൊക്കെ ഇവര് കിടന്ന് പറയുന്നേ? മഹേട്ട, പൂജ തടസ്സപ്പെടുത്തരുത്. എല്ലാം ഞാൻ പറയാം. അതെ മോനെ, പൂജ നടക്കട്ടെ. എന്തായാലും നമുക്ക് രാവിലെ സംസാരിക്കാം. നിങ്ങൾ പൂജയോ വഴിപാടോ എന്ത് വേണമെങ്കിലും നടത്തിക്കോ, പക്ഷെ ഗംഗയെ എങ്ങനെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഈ പൂജ പൂർത്തീകരിച്ചേ പറ്റൂ. ഇവനെ പിടിച്ചു മാറ്റൂ. നിങ്ങളോട് നിർത്താനല്ല പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.